ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ സോയില്ല ഹെയർ അക്സറീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഐറ്റമാണ്. ഗ്രോസ് ഗ്രെയിൻ റിബൺ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് 1 ഇഞ്ചിൻ്റെയും 1/4 ഇഞ്ചിൻ്റെയും 2 ഗ്രോസ് ഗ്രെയിൻ റിബണും ഒരു ബോയും മതി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരു പ്രത്യേക വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇതിന് ബോസ് മേക്ക് ചെയ്തെടുക്കണം. സിമ്പിൾ ബോസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെയാണ്. അതിന് ഞാൻ 30 സെൻറ്റിമീറ്റർ, 25 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ എന്നീ അളവിലാണ് നമ്മൾ ബോ മേക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്കൊരു 25-ൻ്റെ ഉണ്ടാക്കാം. 25-ൻ്റെയാണ് ഞാൻ എടുത്തതിപ്പം. അത് 2 എണ്ണം വേണം. ഡബിൾ ലെയറിൻ്റെയാണ് ഉണ്ടാക്കുന്നത്. അത് 2 എണ്ണം നമുക്ക് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് 30-ൻ്റെ എടുക്കാം. നീളവും ഇതിൻ്റെ വലിപ്പമൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ ഇഷ്ടത്തിന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഈ അളവുകൾ എടുത്തന്നേ ഉള്ളൂ. ചെറിയ ബോ മതിയെങ്കിൽ അങ്ങനെ, കുറച്ച് വലുതായിരിക്കും ഇതിന് ഭംഗിയായിട്ടുള്ളത്. അപ്പോൾ 30-ൻ്റെ നമ്മൾ എടുത്തു. അത് 2 എണ്ണം വേണം. ഇനി 12-ൻ്റെ ഒരെണ്ണം മതി. സിംഗിൾ ലെയറിൻ്റെ ഒരു ബോയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും മതിയാകും. ഇനി നമുക്കിത് ബോ മേക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഡബിൾ ലെയറിൻ്റെ. ആദ്യം നമുക്ക് നേരെ 2ആയിട്ട് മടക്കി തയ്ച്ചങ്ങ് എടുത്താൽ മതി. അപ്പം ഇതാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 30, 25, 12. 30-ൻ്റെ 2 എണ്ണം, 25-ൻ്റെ 2 എണ്ണം, 12-ൻ്റെ 2 എണ്ണം. എല്ലാ സെൻറ്റിമീറ്ററിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് നേരെ ഹാഫായിട്ട് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിലോട്ട് 2 സൈഡിൽ നിന്നും മടക്കി നമുക്ക് ബോ മേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബോ മേക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ഇങ്ങനെ ബോ മേക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇതിൻ്റെ ബേസിക്കാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതുപോലെ രണ്ടാമത്തതും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട, ഒന്നിച്ചങ്ങ് ചെയ്താൽ മതി. ഡബിൾ ലെയറിൻ്റെ ഒന്നിച്ചങ്ങ് ചെയ്തെടുക്കാം. അതും ഇതുപോലെ തന്നെ നമുക്കിങ്ങനെ ബോ മേക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ചെറിയ മക്കൾക്കൊക്കെ ആണെങ്കിൽ ഇത്രയും വലിപ്പമുള്ളത് വേണ്ടി വരില്ല. കുറച്ചുകൂടെ ലെങ്ത് കുറച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഇത് കുറച്ച് മുതിർന്നവർക്കൊക്കെ, നമ്മുടെ ഇതിലൊക്കെ കുറച്ചധികം മുടിയുള്ളവർക്കൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റിയതാണ്. അത് എൻ്റെ പ്രൊഡക്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് അപ്പോൾ ഒരു ഐഡിയ കിട്ടും കുഞ്ഞു മക്കൾക്ക് ഏത് രീതിയിൽ ചെയ്യണമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതും നമുക്ക് ഇങ്ങനെ ഒന്ന് ബോ മേക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് നമ്മൾ ബോ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തതും ഡബിൾ ലെയറിൻ്റെ ഇതുപോലെ ബോ മേക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ രണ്ടാമത്തെ നമുക്ക് ബോ മേക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ സെയിം മെത്തേഡിൽ എടുത്താൽ മതി. അത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിംഗിൾ ലെയറിൻ്റെത് ഒന്നുമില്ല, ഇതുപോലെ സെൻറ്ററിലോട്ട് മടക്കി 2 സൈഡിൽ നിന്നും സെൻറ്ററിലോട്ട് ആക്കിയിട്ട് അതും ഒരു ബോ മേക്ക് ചെയ്തെടുത്താൽ മതി. അത് ഒരെണ്ണം മതി. അത് നമുക്കിതുപോലെ ഒന്ന് മേക്ക് ചെയ്തെടുക്കാം. അത് നമ്മൾ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയ സിംഗിൾ ബോയ്ക്ക് മാത്രം നമുക്കൊന്ന്
സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുക്കാം. സെൻറ്റർ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ബാക്കിയെല്ലാം അടി പോകുന്നതുകൊണ്ട് അതിനൊന്നും നമുക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിക്ക് ചെയ്യാനതേ ഉള്ളൂ. ആദ്യം നമുക്ക് വലുതെടുക്കാം. അതിനകത്തോട്ട് അതിൻ്റെ ചെറുത് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. അത് നമ്മൾ ഒട്ടിച്ച് കൊടുത്തു. ഇനി അതിൻ്റെ പുറത്തോട്ട് നമ്മുടെ സിംഗിൾ ബോ അതുകൂടെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ സെയിം കളർ അല്ലാതെ കളർ കോമ്പിനേഷനിലൊക്കെ ചെയ്യാം. അതൊക്കെ നമ്മുടെ ഓരോ ഐഡിയാസ് അനുസരിച്ചിരിക്കും. ഇപ്പം ഞാൻ ഒരു സിംഗിൾ കളറിൽ അങ്ങ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഡിസൈനും ഇതേ ഡിസൈൻ തന്നെ വേണമെന്നില്ല. ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും. ഇത് സിമ്പിളായിട്ടുള്ള ഒരു ബോയാണ്, സിമ്പിൾ ബോ മേക്കിംഗ് ആണ്. നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും കൊടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ. ഇതിപ്പം ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് ബോയ്ക്കകത്താണ് സ്റ്റിക്ക് ചെയ്യേണ്ടത്. അപ്പം ബോയിൽ സ്റ്റിക്ക് ചെയ്തപ്പോൾ കുറച്ചിങ്ങനെ നീളത്തിലിങ്ങനെ വാല് പോലെ ഇതിനിടണം. എനിക്കിതിനകത്തൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ഈ വാല് പോലെ ഇട്ടപ്പോൾ അത് ഞാൻ എടുത്തത് ഡബിളാണ് എടുത്തത്. ഒരു 25 ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്കൊരു 12, 13 ഒക്കെ മതിയാകും. അത്രയും നീളം ഇതിന് മതിയാകും. ഞാൻ എടുത്തപ്പോൾ കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. അപ്പം നിങ്ങളത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക. ആർക്കാണോ ഉണ്ടാക്കുന്നത്, അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 12 വേണ്ടി വരത്തില്ല എന്ന് തോന്നുന്നു. 12 വേണ്ടി വരത്തില്ല, ഒരു 8 ഒക്കെ മതിയാകും. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് ചെയ്യുക. അപ്പം ഞാനിതെടുത്തത് കുറച്ച് കൂടിപ്പോയി. ഒത്തിരി അങ്ങ് താഴോട്ട് ഇത് കിടക്കരുത്, കിടന്നാൽ അത്ര ഭംഗി വരില്ല. ഇതിൻ്റെ എൻഡിൽ ഞാനൊരു ഫോട്ടോ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് കാണും മനസ്സിലാകും ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് കുറച്ചൊന്ന് താഴോട്ട് കിടന്നാൽ മതി. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഞാനിവിടെ എടുത്ത് 25 ആണ്. നിങ്ങൾ 25 എടുക്കണ്ട, ഒരു 12, 13 എടുത്താൽ മതിയാകും. സെൻറ്റിമീറ്റർ, ഇഞ്ചല്ല സെൻറ്റിമീറ്റർ. അപ്പം രണ്ട് സൈഡും ഇതേപോലെ ഞാൻ ലെങ്ത് ഇട്ടിട്ടുണ്ട്. ലെങ്ത് കൂടിപ്പോയിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഇതിൻ്റെ ബാക്കിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാം. ഇത് ബാക്കിലോട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് നമുക്ക് ഒന്നിച്ച് നമ്മൾ സിംഗിൾ ബോയ്ക്ക് സെൻറ്ററിൽ നമ്മൾ ചുറ്റി കൊടുത്തല്ലോ, അത് ചുറ്റാണ്ട് ഇത് ബാക്കിലോട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് ഒന്നിച്ചിതിനെ മൊത്തത്തിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ആയാലും അങ്ങനെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ബാക്കിൽ നമ്മൾ ഒട്ടിക്കുന്നതിന് കുറച്ചുകൂടെ ഒരു ഉറപ്പ് കിട്ടും. അപ്പം അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് ഇത്രയേ ഉള്ളൂ. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ സിമ്പിൾ ബോ ഉണ്ടാക്കി ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും അവിടെ കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഐഡിയാസിനനുസരിച്ച് കളർ കോമ്പിനേഷനോ എന്ത് വേണമെങ്കിലും നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. ഇതൊരു മെത്തേഡ് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. ഇതിൽ നമുക്ക് ചേഞ്ചസ് വരുത്തുന്നത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫോട്ടോയിൽ കാണിച്ചേക്കുന്ന പോലെ ബോ തലയിൽ വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്നും മുടി എടുത്തിട്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ വെച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.